ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൂങ്കുന്നം ഹനുമാൻ ക്ഷേത്രത്തേക്ക് പോകുന്നു. ഹനുമാൻ ക്ഷേത്രം എന്നല്ല ശരിക്കും പറയാം, അത് അവിടെ മറ്റേ വലിയ 55 അടി നീളമുള്ള ഹനുമാൻ്റെ സ്റ്റാച്ചു ഇല്ലേ, അവിടേക്കാണ് പോണത്. എന്താ ശ്രീ സീതാരാമസ്വാമി ടെമ്പിളിലേക്കാണ് പോണത് കേട്ടോ. ഞങ്ങൾ ഒരു തവണ പോയി അവിടുത്തെ ലേസർ ലൈറ്റൊക്കെ കണ്ടു. ബട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോയിച്ചാലും അച്ഛനും അമ്മയ്ക്കും ഒരു മാരേജ് ഉണ്ടായിരുന്നു, മാരേജ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് അവർക്ക് എന്തായാലും തൊഴുകാൻ പറ്റില്ല പറഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന ഞാൻ, അച്ഛമ്മ, അനിയത്തി, ചേച്ചി, ഏട്ടൻ, അവരുടെ അടുത്തൊക്കെ മറ്റേ ചിക്കൻ, മീൻ അതൊന്നും കഴിക്കരുത് പറഞ്ഞു. പക്ഷെ ഇവരൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കഴിക്കാത്തത്. അതുകൊണ്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് തൊഴുതിട്ടൊക്കെ വന്നു. ഇവർ ആദ്യമൊക്കെ ഇങ്ങനെ കറങ്ങി, തൊഴുകാനും പറ്റിയില്ല, പോയ കാര്യം നടക്കുകയും ചെയ്തില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായത്. സോ ഇന്നിപ്പോൾ വെക്കേഷനായിട്ട് എങ്ങോട്ടും പോവുകയും ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട്, അവിടെ വെച്ചാൽ നല്ല സൂപ്പർ. ഇവർക്ക് ആർക്ക് പോയിട്ട് അമ്പലം പോവുകയാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് എന്താ വേണ്ടി, നല്ല സമാധാനം, അതൊക്കെയല്ലേ വേണ്ടി. അവിടെ ചെന്നപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു. സോ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയാലോ ചോദിച്ച്. ഇവരാരും ഇല്ലെങ്കിൽ ഞാനും എൻ്റെ സിസ്സും കൂടിയിട്ട് പോകാമെന്നായിരുന്നു. ബട്ട് ഇവരെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ്, സോ അത് ക്യാൻസലായി. എല്ലാവരും കൂടിയിട്ടുള്ള യാത്രയായി. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുന്നത്. അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ സൂപ്പറായിരുന്നു. എൻട്രി തന്നെ സൂപ്പറായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ആയിട്ട്. പിന്നെ എൻ്റെ അമ്മൂമ്മയുടെ അമ്മ, അതായത് എൻ്റെ മുത്തശ്ശി അമ്മൂമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾ മറ്റേ വഴിപാടുകളിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ചീട്ടാക്കി. പിന്നെ അവിടെ കുറച്ച് നേരം കാത്തിക്കണം എന്ന് പറഞ്ഞു. അത് പാൽപ്പായസമൊക്കെ ഉള്ളതുകൊണ്ട് അത് വരാൻ അത് റെഡിയാക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇവിടെ തൊഴുതിട്ട് അതിൻ്റെ 4 പുറമൊക്കെ പോയി കറങ്ങി, എല്ലായിടത്തേക്കും പോയി കറങ്ങി. ഇവിടെ നല്ല രഥം സൂപ്പറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. എല്ലാവരും പോയിട്ട്, എന്നെ സംബന്ധിച്ചിട്ട് ഗുരുവായൂർക്ക് പോണേക്കാൾ നല്ല ഫീലായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങൾക്ക് എന്തായാലും 100% ആയിട്ട് ഞാൻ പറയുകയാണ്, നല്ല സമാധാനം ഉണ്ടാവും. നിങ്ങളെല്ലാം മറന്നു പോവും. അങ്ങനത്തെ ഒരു വൈബായിരുന്നു. പിന്നെ അവിടെ രാവിലെ തന്നെ അവിടെ ഒരു ഇതുണ്ട്, എന്താ അതിൻ്റെ പേര് പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. കഴിക്കാൻ സൂപ്പറായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറിൽ മറ്റേ മുളക് ഇല്ലേ, ഉണക്കമുളക്, കൊണ്ടാട്ടമുളക്, അതൊക്കെ ചേർത്തിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തരണതാണ്. അതാണ് രാവിലെ എല്ലാവരും കഴിക്കുന്നത്. സോ ഞങ്ങളും അവരുടെ ഒപ്പം ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ച് ഹാപ്പിയായിട്ട് കഴിച്ച് അവിടെ എല്ലാം തൊഴുതിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോകും. പോണ വഴിക്ക് വേറൊന്നും വഴിയില്ലാത്തതുകൊണ്ടും ഉച്ചയായതുകൊണ്ടും തന്നെ ഞങ്ങൾ കുറച്ച് പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോന്നത്. അപ്പോൾ ബൈ ഗൈസ്.